നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജർമ്മനിയോട് 7-1 തകർന്ന് തരിപ്പടമായ കുറസാവോ ഇതാ ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം നടത്തിയിരിക്കുന്നു. ഇക്കഡോറിനെ അവർ ഗോൾ രഹിത സമനിലയിൽ തളച്ചിരിക്കുന്നു. ഇക്കഡോർ ഈ വേൾഡ് കപ്പിൽ കറുത്ത കുതിരകളാവുമെന്ന് പലരും പറഞ്ഞ ടീമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവരുടെ പ്രതിഭയുടെ മിന്നലാട്ടം നമ്മൾ കണ്ടതാണ്. അത് ഒന്നുകൂടി വളർന്ന് ഈ വേൾഡ് കപ്പിൽ പൊളിച്ചെടുക്കുമെന്ന് എല്ലാവരും പറഞ്ഞതാണ്. പക്ഷേ അവരെ പൂട്ടിയ കാഴ്ച, എത്ര ഷോട്ടുകൾ തീർത്തു അവർ, ഒന്നും വലയിലേക്ക് കയറാതെ. എലോയ് റൂം എന്ന ഗോൾ കീപ്പർ തടഞ്ഞങ്ങിടുന്ന കാഴ്ച. വൊസീഞ്ഞ കേപ്പ് വെർദയ്ക്ക് വേണ്ടി കളിച്ച കളിയെന്തോ ഏതാണ്ട് അതോ അതിനു മുകളിലാണ് സേവിൻ്റെ എണ്ണത്തിൽ. അങ്ങനെയുള്ള പ്രകടനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എലോയ് റൂം 15 സേവുകൾ. ഒരു വേൾഡ് കപ്പ് മത്സരം, എക്സ്ട്രാ ടൈമിലേക്കൊന്നും നീങ്ങാത്തൊരു വേൾഡ് കപ്പ് മത്സരത്തിൽ ഒരു താരം നടത്തുന്ന ഏറ്റവും കൂടിയ സേവുകളിൽ രണ്ടാമത്തേതാണിത് എന്ന കാര്യം കൂടി നോക്കണം. ഇത് ചരിത്രമാണ്. വെറും 1.5 ലക്ഷം ആളുകൾ മാത്രമുള്ളൊരു രാജ്യം, ആ രാജ്യം വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തതേ ചരിത്രം. അത് കൂടാതെ വേൾഡ് കപ്പിൽ ഇത് അവരുടെ ആദ്യ പോയിന്റ് അവർ സ്വന്തമാക്കിയിരിക്കുന്നു. എലോയ് റൂം makes history with 15 saves against Ecuador, the second most ever in World Cup history. ചരിത്രത്തിലേക്കാണ് അദ്ദേഹം നടന്ന് കയറിയിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ വേൾഡ് കപ്പ് അല്ലെങ്കിലും ഇങ്ങനെ വമ്പന്മാർക്ക് പണി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേപ്പ് വെർദെ സ്പെയിനിനെ ഗോൾ ചെയ്ത് സമനിലയിൽ പിടിച്ചില്ല. കോങ്കോ പോർച്ചുഗലിനെ 1-1 സമനിലയിൽ പിടിച്ചു. ആ ഗണത്തിലേക്ക് പെടുത്തേണ്ട ഒരു റിസൾട്ടാണിത്. ഇക്കഡോറിനെ ഗോൾ ചെയ്ത് സമനിലയിൽ പിടിച്ചിരിക്കുന്നു കുറസാവോ. ഇക്കഡോർ 20ാം സ്ഥാനത്തായിരുന്നു വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ അവരുടെ ഫിഫ റാങ്ക്. ഇപ്പോൾ 23ാം സ്ഥാനത്തായിരുന്നു ഫിഫ റാങ്ക്. ഇപ്പോൾ 30ാം സ്ഥാനത്തേക്ക് വീണുപോയിരിക്കുന്നു. എന്തായാലും വലിയൊരു അടിയാണ് ഇക്കഡോറിന് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് പറയാതെ വയ്യ. തീർച്ചയായിട്ടും എലോയ് റൂം തന്നെയാണ് അവരുടെ സൂപ്പർ താരം, കുർസാവോയുടെ സൂപ്പർ താരമായി മാറിയത്. ഒറ്റ ഗോൾ കൺസീഡ് ചെയ്തില്ല. 15 ഷോട്ടുകളാണ് അദ്ദേഹം സേവ് ചെയ്തത്. 15 സേവുകൾ, 10ഉം ഇൻസൈഡ് ദി ബോക്സിൽ നിന്നായിരുന്നു. 2.48 ഗോൾസ് അദ്ദേഹം പ്രിവെൻറ്റ് ചെയ്തു എന്ന് പറയേണ്ടി വരും. 100% അദ്ദേഹത്തിന് നേരെ വന്ന ബോളുകൾ അദ്ദേഹം തടഞ്ഞിട്ടുണ്ട്. 16 ബോളുകൾ അദ്ദേഹം റിക്കവർ ചെയ്തിട്ടുമുണ്ട്. തീർച്ചയായിട്ടും 10ൽ 10 റേറ്റിംഗ് sofascore.com കൊടുക്കുന്നത് വെറുതെ അല്ല. ഇക്കഡോറിൻ്റെ കാര്യം എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്. അവർക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തണം. ഒരു 3rd പ്ലേസ് ടീം എന്ന രൂപത്തിലെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് ജർമ്മനിയെ പരാജയപ്പെടുത്തണം എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഇവിടെ സംജാതമായിരിക്കും. തീർച്ചയായിട്ടും ഇക്കഡോറിന് കിട്ടിയിട്ടുള്ളത് മുട്ടൻ പണിയാണ് എന്നുള്ളത് പറയാതെ വയ്യ. ഈ ഒരു മത്സരം പറയുമ്പോൾ തുടക്കത്തിൽ ഇക്കഡോറിന് ശരിക്കും പറഞ്ഞാൽ സാധ്യതകൾ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ അവർക്ക് അവസരം ലഭിച്ചതുമാണ്. പക്ഷേ വലൻസിയയുടെ ഷോട്ട് തടഞ്ഞിട്ടുകൊണ്ട് എലോയ് റൂം നയം വ്യക്തമാക്കുന്ന കാഴ്ചയാണ് തുടക്കത്തിലെ നമ്മൾ കണ്ടത്. ഈ ഒരു മത്സരത്തിൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വലൻസിയയും പ്ലാറ്റയും എസ്റ്റൂപ്പിനാനും അങ്ങനെയുള്ള മോയിസസ് കൈസേഡോയും ഒക്കെ അടങ്ങുന്ന മികച്ച മുന്നേറ്റ നിരയുണ്ടായിരുന്നു. കളിയിൽ നല്ല രൂപത്തിൽ ആധിപത്യം പുലർത്തി. ടോട്ടൽ 26 ഷോട്ടുകൾ ഉയർത്തു ഇക്കഡോർ. അതിൽ 15 ഓൺ ടാർഗറ്റിലേക്ക്, 15ഉം തടഞ്ഞിട്ടു എലോയ് റൂം എന്നുള്ളതാണ്. ഏതായാലും മറുഭാഗത്തും ചില ശ്രമങ്ങൾ ഒക്കെ കുറസാവോ നടത്തിയിരുന്നു. ഗോളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അവർക്കും. ഏതായാലും ഇതൊരു വലിയ നേട്ടമാണ് ഇപ്പോൾ കുറസാവോ നേടിയിരിക്കുന്നത്. ഇക്കഡോർ 2 കളി 1 പോയിന്റുമായിട്ട് നിൽക്കുന്നു. ഐവറി കോസ്റ്റിന് 2 കളി 3 പോയിന്റ് ഉണ്ട്. ജർമ്മനിക്ക് 2 കളി 6 പോയിന്റ്. അപ്പോൾ ജർമ്മനിയെ ഇക്കഡോർ തോൽപ്പിച്ചെങ്കിൽ മാത്രമാണ് ഇനി ഇക്കഡോറിനൊരു സാധ്യത തെളിഞ്ഞു വരികയുള്ളൂ. എന്തും സംഭവിക്കാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.